നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂർ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എന്നൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളായാലും നമുക്ക് എങ്ങനെയാണ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിയെ മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെയായിട്ട് നമുക്ക് നിഫ്റ്റിയിൽ ഇന്ന് സംഭവിച്ചത് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും ഇന്നത്തെ ഒരു മൂവ്മെന്റ് 24,575 നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. ഇതാണ് ഒരു റെസിസ്റ്റൻസ് ഏരിയ. തുടക്കത്തിൽ ഒരു റെസിസ്റ്റൻസിന്റെ ഒരു താഴെയുള്ള ഓപ്പണിംഗ് ആയിരുന്നു. എന്നിരുന്നാലും 24,515 അടുത്ത് നിന്ന് തന്നെ ബൗൺസ് ചെയ്തു. 522 നിന്നാണ് നിഫ്റ്റി ബൗൺസ് ചെയ്തത്. അതിനുശേഷം 24,575 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം ഒരു സൈഡ് വൈസ് മൊമെന്റ് ആയിരുന്നു. അതിനുശേഷം നിഫ്റ്റി 24,600 താഴെയാണ് നിഫ്റ്റിയുടെ ഒരു ക്ലോസിംഗ് നടത്തിയിരുന്നത്. നിഫ്റ്റിയുടെ കറണ്ട് ഒരു സിറ്റുവേഷൻ ശ്രദ്ധിക്കാം. കറണ്ട് ഒരു സിറ്റുവേഷൻ ഹയർ ലെവലിൽ ബൈ ചെയ്യുന്നത് കുറച്ചൊരു റിസ്ക്കിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. റൈറ്റ് നല്ലൊരു സപ്പോർട്ടിന്റെ അടുത്ത് നിന്ന് മാത്രം ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. വരും ദിവസങ്ങളിലായാലും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരം കാര്യങ്ങളൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് 24,200 താഴെ ക്ലോസ് ചെയ്യുന്നത് വരെ 24,200 നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരുന്ന സപ്പോർട്ടാണ്. മേജർ ആയിട്ടുള്ള സപ്പോർട്ടാണ്. കഴിഞ്ഞ ആഴ്ചയിലും മുൻപത്തെ ആഴ്ചകളിലൊക്കെ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടാണ്. ഇപ്പൊ 24,200 ഹോൾഡ് ചെയ്യുന്നവരെ, ഇതിന്റെ മുകളിൽ നിലനിൽക്കുന്നത് വരെ നല്ല റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് എന്നുള്ള ഒരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ഹയർ ലെവല് കുറച്ചൊരു റിസ്ക് ആണ്. ഹയർ ലെവലിലേക്ക് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും നോക്കിക്കഴിഞ്ഞാൽ കാണാം. ബാങ്ക് നിഫ്റ്റി ആയാലും എക്സാക്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് തന്നെയാണ് 52,640 റെസിസ്റ്റൻസ് നൽകിയിരുന്നു. 52,540 റെസിസ്റ്റൻസ് നൽകിയിരുന്നു. സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ എന്നാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. തുടക്കത്തിൽ ബാങ്ക് നിഫ്റ്റി ആയാലും ബൗൺസ് ചെയ്തിരുന്ന സപ്പോർട്ട് നോക്കുക. 52,230 താഴെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ എക്സാക്ട് ആയിട്ട് ആ ഒരു സപ്പോർട്ട് കിട്ടും. അപ്പോൾ 230 ഹോൾഡ് ചെയ്തിട്ടാണ് ബാങ്ക് നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. ഫിനിഫിയുടെ സിറ്റുവേഷൻ നമ്മൾ നൽകിയിരുന്നു 23,710 റെസിസ്റ്റൻസ്, 760 റെസിസ്റ്റൻസ്. ഇത് റെസിസ്റ്റൻസ് ഏരിയ ആണ്. പക്ഷെ ഒന്നും മൊമെന്റം മാർക്കറ്റിൽ കിട്ടിയിരുന്നില്ല. തുടക്കത്തിൽ സപ്പോർട്ടിൽ നിന്നുള്ളൊരു മൊമെന്റം കിട്ടിയിരുന്നു. നമ്മൾ പറയാറുണ്ട് എപ്പോഴും സപ്പോർട്ടിൽ നിന്നുള്ളൊരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ഇൻ കേസ് ഗ്യാപ്പ് മാർക്കറ്റിന് മുകളിലേക്ക് പോയി ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും എക്സാക്റ്റ് ആയിട്ട് ആ ഒരു സപ്പോർട്ട് 23,565 ഹോൾഡ് ചെയ്ത് 680 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ആ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റി ആയാലും നമുക്ക് വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ ഏതൊക്കെയാണ്. നിഫ്റ്റിയിലായാലും മാനേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ നിഫ്റ്റിയിൽ 24,615 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 615 മുകളിലാണെങ്കിൽ ബൈക്ക് തന്നെയാണ് സാധ്യത. ഹയർ ലെവൽ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹയർ ലെവൽ എത്രത്തോളം പോകുമെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഹയർ ലെവൽ സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ക്വിക്കായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒരു സേഫ് ആണ്. 615 താഴെ ഒരു ഓപ്പണിംഗ്, ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും പ്രോഫിറ്റ് ബുക്കിന് തന്നെയാണ് സാധ്യത. ഇവിടെ തൊട്ടടുത്തൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതായത് 24,595 സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ അത് എടുത്തിരിക്കുന്നത് മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. കാരണം ഇന്നത്തേലും മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ചെറിയൊരു റേഞ്ചിൽ മൂവ് ചെയ്യുന്ന മാർക്കറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. നമ്മളെപ്പോഴും പറയാറുള്ള പോലെ തന്നെ മാർക്കറ്റ് വോളിയുണ്ട്, വൊളറ്റാലിറ്റി കൂടുതലുണ്ടെങ്കിൽ ഈ സപ്പോർട്ട് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യും. ഈസി ആയിട്ട് വളരെ സ്പീഡിലായിരിക്കും ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നത്. അങ്ങനെ സ്പീഡിൽ ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രമിക്കുക. ഇവിടെയും തൊട്ടടുത്തൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. 24,575 സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. 560 സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം 538 സപ്പോർട്ട്. അതിനുശേഷം 515 സപ്പോർട്ട്. അതിനുശേഷം 490 സപ്പോർട്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, ഈ ഒരു സപ്പോർട്ടിലാണ്. അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി 560 താഴെയല്ല, 538 താഴെ മാത്രമാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 24,575 താഴെയാണെങ്കിൽ വീക്ക്നെസ് ആണ്.
പ്രോഫിറ്റ് ബുക്കിന് തന്നെയാണ് സാധ്യത. ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടി യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് 24,560 ഹോൾഡ് ചെയ്യുന്നുണ്ടോന്നാണ്. അതിനുശേഷം 538 ഹോൾഡ് ചെയ്യുന്നുണ്ടാണ്. രണ്ടൊരു സപ്പോർട്ടും ഹോൾഡ് ചെയ്ത് കയറുന്നുണ്ടെങ്കിൽ മാർക്കറ്റിലെ ബൈ സൈഡിൽ നിലനിൽക്കാവുന്നതാണ്. ഇനി ലോവർ ലെവലായാലും കുറച്ച് നല്ല സപ്പോർട്ട് 400-ന്റെ അടുത്ത് സപ്പോർട്ട് ഉണ്ട്. 400, 430 കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ടുകൾ ശ്രദ്ധിക്കുക. ആ ഒരു റേഞ്ചിലാണ് നല്ലൊരു സപ്പോർട്ട്. ഹയർ ലെവൽ കുറച്ചൊരു റിസ്കി ഏരിയ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ വരും ദിവസങ്ങളായാലും ഇത്തരം സപ്പോർട്ടുകൾ മാനേജ് ചെയ്തുകൊണ്ട് എക്സാക്റ്റ് ട്രെൻഡിൽ നിലനിൽക്കുക. ബാങ്ക് നിഫ്റ്റിയിലെ വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷൻ ആയാലും ഹയർ ലെവൽ റെസിസ്റ്റൻസ് 52,545 അപ്പൊ അതുകൊണ്ട് തന്നെ 545 താഴെ ഓപ്പണിംഗ് വീക്ക്നെസ് ആണ്. 545 മുകളിലാണെങ്കിൽ 650 സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇതിന്റെ മുകളിലേക്കും കൂടി സസ്റ്റെയിൻ ചെയ്താലാണ് കിട്ടുന്നത്. 545 താഴെ സസ്റ്റെയിൻ ചെയ്താൽ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് 430 സപ്പോർട്ടാണ്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഓപ്പണിംഗ് ആണ് 430 ബ്രേക്ക് ചെയ്തൊരു ഓപ്പണിംഗ് ആണെങ്കിൽ ഷോർട്ട് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 335 സപ്പോർട്ട്, 52, 225 ലോവർ ലെവലെ കുറച്ച് സ്ട്രോങ് സപ്പോർട്ട്. അതായത് 52, 150 ഹോൾഡ് ചെയ്തുകൊണ്ട് 225 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 52, 150 താഴെയാണ്. ബാക്കിയുള്ള ഒരു സപ്പോർട്ടുകൾ സാധാരണ സപ്പോർട്ട് റെസിസ്റ്റൻസ് മാനേജ് ചെയ്യുന്ന രീതിയിൽ മാനേജ് ചെയ്യുക. നമുക്ക് പിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. പിൻ നിഫ്റ്റിയിലും വരും ദിവസങ്ങളിൽ റൈറ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഫിൻറ്റിയിലും റെസിസ്റ്റൻസ് 660 സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ 760 ഈ രണ്ട് സപ്പോർട്ട് റേഞ്ച് ഹയർ ലെവലും ഈ റേഞ്ചിൽ സപ്പോർട്ട്. കേസ് 660 മുകളിലാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റിയാണ് സാധ്യത. പക്ഷേ 760 റേഞ്ചിൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. 760 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ 760 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ വീക്ക്നെസ് ആണ്. പ്രോഫിറ്റ് വീക്ക്നെസ് എന്ന് പറയുന്ന രീതിയിൽ വേണം മാനേജ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ലോവർ ലെവൽ 23,565 സപ്പോർട്ട്, 410 സപ്പോർട്ട്. 410 ഹോൾഡ് ചെയ്തുകൊണ്ട് 460 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക. 60 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ക്യാപിറ്റൽ ഓപ്പണിംഗ് ആണ് 23,565 മുകളിലാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണം, 660 റെസിസ്റ്റൻസ് ആണ്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ലെവലിൽ നിന്ന് കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. 565 താഴെ വീക്ക്നെസ് ആണ്. ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, നിഫ്റ്റി ആയാലും വരും ദിവസങ്ങളിൽ ഇത്ര സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. ആയിട്ടുള്ള ട്രെൻഡ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.